സുഹൃത്തുക്കളെ, കേരളത്തിലെ ഇപ്പം പീരുമേട് നിന്ന് അന്തരിച്ച വാഴൂർ സോമൻ ഒഴിച്ചുള്ള ബാക്കി 139 MLA മാരും വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ട ഇരു മുന്നണികളിലും പെട്ട ബി ജെ പിക്കാർ എന്തായാലും ഇപ്രാവശ്യമില്ല. മുമ്പ് ബി ജെ പിക്കാരും അനുഭവിച്ചിരുന്നു. ഒ രാജഗോപാൽ ഒരു പ്രാവശ്യം നിയമസഭാംഗമായപ്പോൾ അദ്ദേഹവും അനുഭവിച്ചിരുന്നു. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഇവർ അടിച്ചു മാറ്റുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അനാവശ്യമായിട്ട് കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്തോട്ടെ, അവരാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ. എന്നിട്ട് ഇവരെയൊക്കെ ആസ്തി ഓരോ വർഷം കൂടുമ്പോൾ വർദ്ധിക്കുകയും ചെയ്യുക. ആ 139 MLA മാരിൽ CPM-ൻ്റെ ഉണ്ട്, CPI-യുടെ ഉണ്ട്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ജട്ടി രാജു ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ബാലകൃഷ്ണ പിള്ളയുടെ മകൻ പിന്നെ ഗണേഷ് കുമാർ ഉണ്ട്. കോടികളുടെ ആസ്തിയുള്ളവരാണ്. എന്നിട്ടാണ് അവർ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത്. എന്നിട്ട് സാധാരണക്കാരന് പെൻഷൻ കൊടുക്കുന്നില്ലേ, കിറ്റ് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുക. ഇവരൊരു മാസം പ്രതി മാസം ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവഴിക്കുന്നു? മന്ത്രിമാരുടെ കാര്യം വിട്ടുകളയും, ബാക്കിയുള്ള MLA-മാരോ അവരനുഭവിക്കുന്നത് മൊത്തം അവരുടെ വരുമാനത്തെക്കുറിച്ച് പറയാം. പ്രത്യേകിച്ച് ഫോണിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ കൊള്ള. ഒരു മാസം 11,000 രൂപ ഫോൺ ചെയ്യാൻ. ഇന്ന് ജിയോയുടെ കണക്ഷൻ എടുത്താൽ പണ്ടത്തെ കാലത്തൊക്കെ BSNL-ൻ്റെ കണക്ഷൻ്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ നമുക്ക് സാമ്പത്തിക ചിലവുണ്ടായിരുന്നു. അത് ഞാൻ ഈ കണക്കിലേക്ക് വരാം. എന്നിട്ടാണ് ഈ തട്ടിപ്പ് നിങ്ങൾ അറിയേണ്ടത്. അതിനെല്ലാ MLA-മാരും എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാണ്. കാരണം അവന്മാരെല്ലാം തിന്നാണല്ലോ പരിവലിച്ച്. പിന്നെ MLA-മാരുടെ ഒരു മാസത്തെ ഫിക്സഡ് അലവൻസ് എന്ന് പറയുന്നത് അത് 2,000 രൂപ മാത്രമാണ്. അതൊക്കെ വെറുതെ കണക്കാണ്. മണ്ഡല അലവൻസ് 25,000 രൂപ, അതേപോലെ തന്നെ ഫോൺ അലവൻസ് 11,000 രൂപ, ഇൻഫർമേഷൻ അലവൻസ് 4,000 രൂപ. എന്ത് ഇൻഫർമേഷൻ അവന്മാർക്ക് പിന്നെ എന്തിനാ ഇൻഫർമേഷൻ അലവൻസ് കൊടുക്കണേ? വിവരമില്ലാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ. 139 MLA-മാരിൽ 100 എണ്ണത്തിനും വിവരമില്ലാത്തവന്മാരാണല്ലോ. അവർക്ക് എന്ത് ഇൻഫർമേഷൻ അലവൻസാണ് കൊടുക്കേണ്ടത്? അതാലോചിക്കണ്ടേ? അതോടൊപ്പം സൽക്കാരങ്ങൾക്ക് 8,000 രൂപ. ആരെ സൽക്കരിച്ചതാ? ആരെങ്കിലും ബാറിൽ മേടിച്ചിട്ട് 2 ബിയർ മേടിച്ച് കൊടുത്തതിൻ്റെ ചിലവായിരിക്കും ഇവന്മാർ. അല്ലാതെ ഇവന്മാരെ MLA ഓഫീസിൽ പോയ ഒരാൾക്ക് ചായ മേടിച്ച് കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? MLA ഓഫീസിൽ കേരളത്തിൽ എത്ര MLA ഓഫീസുകളിൽ ചെല്ലുന്ന ആളുകൾക്ക് ചായ കിട്ടുന്നുണ്ട്? അതോടൊപ്പം തന്നെ വേറൊന്ന്, കുറഞ്ഞ TA 20,000 രൂപ. അത് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയാൽ തന്നെ ഒരു മാസം 70,000 രൂപയായി. ഹോസ്റ്റൽ, MLA ഹോസ്റ്റൽ, പഴയ ഹോസ്റ്റലിലാണെങ്കിൽ ഒരു മാസം വെറും 50 രൂപയാണ് വാടക. ഒരു മാസത്തേക്ക്, ഒരു ദിവസത്തേക്ക് 1.5 രൂപ. ഒരു ദിവസം 1.5 രൂപ വാടക MLA ഹോസ്റ്റലിന്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അത്യന്താധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പുതിയ MLA ഹോസ്റ്റലിലെ ബ്ലോക്കിലാണെങ്കിൽ മാസം 100 രൂപ. അതായത് ഒരു ദിവസത്തേക്ക് 3 രൂപ പിന്നെ 10 പൈസയാണ് വരുന്നത്. ഒരു ദിവസത്തേക്ക് 3 രൂപ 10 പൈസ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 40 രൂപ കൊടുക്കണം. AC വെയിറ്റിംഗ് റൂമിലാണെങ്കിൽ. മറ്റേത് എത്രയാണെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും എവിടെയാണെങ്കിലും. റോഡിൽ അവർ യാത്ര ചെയ്യുന്നതിന് കേരളത്തിനകത്തും പുറത്തും കിലോമീറ്ററിന് 10 രൂപ വെച്ചിട്ട്. ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് AC യാത്ര ചെയ്യാം, ടിക്കറ്റ് ഫ്രീ. ഫസ്റ്റ് ക്ലാസ് AC-യിൽ ആലോചിച്ച് നോക്കണം അതൊക്കെ. അതിന് പുറമെ 1 കിലോമീറ്റർ 25 പൈസ വെച്ച് ഇങ്ങോട്ടും കിട്ടും. ട്രെയിനിലും കയറി ഇരുന്നാൽ മതി, പൈസയും കൊടുക്കണ്ട, ഇങ്ങോട്ട് പൈസയും കിട്ടും. അങ്ങനത്തെ പരിപാടി ആദ്യമായിട്ടാണ്. ട്രെയിനിൽ നമ്മളൊക്കെ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടെ, ഇത് പൈസ ഇങ്ങോട്ട് കിട്ടുക ട്രെയിനിലൊന്ന് കയറി ഇരിക്കുന്നതിന്. അത് അൺലിമിറ്റഡ് ആണ്, എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോവാം. അതേപോലെ തന്നെ ഈ പിന്നെ വണ്ടിക്ക് ഇന്ധന ചെലവ് 4 ലക്ഷം രൂപ വരെ ഒരു വർഷത്തേക്ക്. 50,000 രൂപ ഒരു വർഷം വിമാനയാത്രയ്ക്കുള്ള സൗകര്യം, 50,000 രൂപ. അതേപോലെ തന്നെ സഭാ മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ 1,000 രൂപ ഒരു ദിവസത്തേക്ക് അലവൻസ്. അത് കേരളത്തിന് പുറത്ത് വേറെ എന്തെങ്കിലും മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയാണെങ്കിൽ അതിന് 1,200 രൂപ. അതും അത്ര വലിയ കൂടുതലാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. KSRTC ബസ്സിലും KSRTCയുടെ ബോട്ടിലും അതിൽ സൗജന്യമാണ് യാത്ര. എങ്ങോട്ടും പോവാം, എന്തിനും പോവാം. അത് പെണ്ണ് പിടിക്കാനും പോവാം, കള്ളു പിടിക്കാനും പോവാം, സ്വല പറയാനും പോകാം, ബിസിനസ് കച്ചവടം പിന്നെ സംസാരത്തിനും പോകാം, എന്തിനും പോകാം, എന്ത് കാര്യത്തിനും പോകാം. അമ്മാവൻ്റെ മോൻ്റെ പിന്നെ ഗൃഹപ്രവേശനത്തിനും പോകാം, കല്യാണ നിശ്ചയത്തിനും പോകാം. എന്തിനു പോയാലും ഈ പൈസ കിട്ടും. പോകുന്നതിൻ്റെ പർപ്പസ് പോലും ചോദിക്കുന്നില്ല. ഔദ്യോഗിക ആവശ്യത്തിനാണോ പോകുന്നത് എന്നുള്ളത് പോലും മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല. 10 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. അത് ഈ കോടീശ്വരന്മാരായിട്ട് ബഹുഭൂരിപക്ഷ MLA-മാരും കോടീശ്വരന്മാരാ. ഇവിടെ സാധാരണക്കാരനൊരു ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര 9 രൂപ 9%, 10% പലിശയ്ക്ക്, അല്ലെങ്കിൽ അതുപോലും കിട്ടാൻ സമയത്തിന് അവന് കഴിയാത്തതുകൊണ്ട് അവൻ അതിനേക്കാളും കൂടിയ പലിശയ്ക്ക് പിന്നെ പുറത്തുനിന്നുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കുന്നത്. വീട് പണിയാൻ 20 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കും. അതോടൊപ്പം തന്നെ പിന്നെ
ബുക്സ് മേടിക്കാൻ 15,000 രൂപ പ്രതിവർഷം. ബുക്സൊക്കെ മേടിച്ചും അന്തരിച്ചു പോയ മുൻ മന്ത്രി, ഇപ്പോൾ നമ്മുടെ ശബരിനാഥൻ്റെ അച്ഛൻ ജി കാർത്തികേയനൊക്കെ നല്ല പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വരാജ് പുസ്തകം വായിക്കുന്ന ആളാണ്. ബാക്കി എത്ര എണ്ണം വായിക്കണമല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ ആരാന്ന് വെച്ചാൽ അത് നമ്മളെ ഇക്ബാൽക്കൻ്റെ മോനല്ലേ എന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. കമലദാസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസുന്ധരാദാസിൻ്റെ അമ്മായിയാന്ന് പറയും, സിനിമാ നടി. മാധവിക്കുട്ടിയാണെന്നുള്ള അറിയില്ല. അതോടൊപ്പം തന്നെ സ്റ്റാഫിന് 20,000 രൂപ. എന്ത് ഇവന്മാർക്ക് തന്നെ എടുക്കാനുള്ള പണിയല്ലേ ഉള്ളത്? ഒരു ടാബ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പണിയൊക്കെ വർക്ക് തന്നെ എടുക്കാവുന്നുള്ളൂ. വേണ്ട, ഒരു സ്റ്റാഫിനെ കൊടുത്തോട്ടെ, ഗവൺമെൻറ് അതുകൊണ്ട് വേറെ. പെൻഷൻ 5 വർഷം MLA ആയ ഒരാൾക്ക് 20,000 രൂപ മാസം പെൻഷൻ കിട്ടും. 5 വർഷം MLA ആയിരുന്ന ഒരാൾക്ക് മാസം 20,000 രൂപ. 20,000 രൂപ മാസം പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം സർവീസിലിരിക്കണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ? ഇവരൊന്നും ഇത്ര വലിയ ബുദ്ധിമുട്ടി സാമൂഹ്യ സേവനത്തിന് ഇറങ്ങണ്ടാന്നേ. 5 വർഷം MLA ആയപ്പോൾ ആജീവനാന്തം സുഖമായിട്ട് ജീവിക്കുക. കാലാനുസൃതമായി പെൻഷൻ വർദ്ധിപ്പിക്കുമ്പം അത് കുറച്ച് കഴിയുമ്പോൾ 25,000 ആക്കുകയാണെങ്കിൽ 25,000 ഇവനും കൂടി വാതകം മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിക്കുന്നത്. 5 വർഷത്തിന് താഴെയാണെങ്കിൽ ഒരു വർഷത്തിന് 4,000 വെച്ച് കുറയും. 4 വർഷമാണെന്നുണ്ടെങ്കിൽ 16,000, 3 വർഷമാണെങ്കിൽ 12,000, 2 വർഷവും അതിൽ താഴെയാണെങ്കിൽ ഏറ്റവും മിനിമം പെൻഷൻ 8,000 രൂപയാണ് കിട്ടുന്നത്. 5 വർഷത്തിന് മേലെയുള്ള ഓരോ വർഷത്തിനും മാസം 1,000 രൂപ വെച്ച് കൂടുതൽ കിട്ടും. 6 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ 21,000 രൂപ വെച്ച് കിട്ടും. 7 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ 22,000 രൂപ വെച്ച് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയത് ഫോണിൻ്റെ ആണ്. 11,000 രൂപ പ്രതിമാസം ഫോൺ അലവൻസ്. പണ്ടൊക്കെ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലത്ത് STD ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ട്രങ്ക് കോൾ ബുക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല എക്സ്പെൻസ് വരുമായിരുന്നു. STD കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്തുള്ളവൻ കോഴിക്കോട്ടേക്ക് കോൾ ചെയ്താലും STD ആണ്, ലോക്കലല്ല. അതിൻ്റെ താരിഫ് വ്യത്യാസം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുള്ളവൻ കൊല്ലത്തേക്ക് ഫോൺ ചെയ്താൽ STD ആണ്. ഇന്ന് അതിൻ്റെ സ്ഥിതി മാറിയില്ലേ? ഇന്ന് എല്ലായിടത്തും ഓൾ ഇന്ത്യ ഒരേ താരിഫിൽ ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? ഇന്ത്യയിലെവിടെയും. ISD കോഡൊന്നും ചെയ്യേണ്ട അവർക്ക് ആവശ്യമില്ലല്ലോ. ഇൻ്റർനാഷണൽ റോമിങ്ങിൻ്റെ ആവശ്യമില്ല. MLA-മാർക്ക് എന്താ ഔദ്യോഗിക ആവശ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിക്കണോ? അതോ സൗദി ഭരണാധികാരിയെ വിളിച്ച് സംസാരിക്കണോ? അല്ലെങ്കിൽ അവിടുത്തെ അംബാസഡർമാരായിട്ട് സംസാരിക്കുമോ? അത് രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് അല്ലേ സംസാരിക്കുക? കേന്ദ്ര മന്ത്രിമാരുമായിട്ടും കേന്ദ്ര ക്യാബിനറ്റിൽപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടും ബ്യൂറോക്രാറ്റ്സുമായിട്ടും ഡിപ്ലോമാറ്റ്സുമായിട്ടും സംസാരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളല്ലേ? അപ്പോൾ എന്തിനാണ് ഇത്രയും പൈസ? 11,000 രൂപ. എനിക്കൊരു ജിയോ കണക്ഷൻ ഉണ്ട്, അതിന് 349 രൂപയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് നെറ്റും അതിനകത്ത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നെറ്റ് ഡാറ്റ ബാക്കിയാണ്. എയർടെലിൻ്റെ കണക്ഷന് 530 രൂപയായിട്ട് എനിക്ക് വരുന്നത് മാസം. 2 കൂടി 1000-ൽ താഴെയുള്ളൂ. വേണ്ട, നമ്മൾ വൈഫൈയും കൂടി എടുത്തു, അതിനും കൂട്ടിക്ക് ഒരു 700 രൂപ, 1,700 രൂപ. ഇതുകൊണ്ട് നടക്കില്ല. വേണ്ട, 3 ഫോൺ എടുത്തോ, 3 നമ്പറുകൾ യൂസ് ചെയ്തോ, 2,000 രൂപയിൽ നിൽക്കില്ലേ? അതും വീട്ടിലെ വൈഫൈയും ഇനി ഓഫീസിലും കൂടി വൈഫൈ 2,700 രൂപയില്ലേ? വേണ്ട, എൻ്റെ വക ഫ്രീ ഒരു 300 രൂപ. 3,000 രൂപയ്ക്കുള്ളതെല്ലാം തീരില്ലേ? ലാവിഷായിട്ട് എല്ലാ വിളികളും എല്ലാ കാര്യങ്ങളും നടക്കില്ലേ? അല്ലാതെ പാതിരാത്രിയിൽ അവിടെ മറ്റേ ഗൾഫിലുള്ള വിദേശത്തുള്ള ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, കുറേ ഫോൺ ഡീറ്റെയിൽസ് ലീക്കായത്. MLA-മാർക്ക് അവിടെ വിളിച്ചിട്ട് പാതിരാത്രിയിൽ ഗാന്ധിസം പഠിപ്പിക്കാനും മാർക്സിസം പഠിപ്പിക്കാനും ഭാരതീയ ദർശനം പഠിപ്പിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ചിട്ട് സൊല്ലാൻ. അതിനൊന്നും നമ്മളെ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ശരിക്കും ഫോൺ അലവൻസ് എങ്കിലും കട്ട് ചെയ്യേണ്ടതുണ്ട്. 11,000 രൂപ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും സുഖലോലുപമായിട്ട് കഴിയാൻ പറ്റും. അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാമിലി പാക്കേജ് ഉൾപ്പെടെ എടുത്തിട്ട് വീട്ടിലും ഇവിടെയും മറ്റേടത്ത് MLA ഓഫീസിൽ നെറ്റ് അല്ലെങ്കിൽ തന്നെയുണ്ട്. വീട്ടിലും MLA ഓഫീസിലും മണ്ഡലത്തിലെ 2ഇടത്തെ നെറ്റ്, ബാക്കിയുള്ളത് അത് കുടുംബാംഗങ്ങൾക്ക് ഉപയോഗിക്കുക, ഓഫീസിലെ സ്റ്റാഫിന് ഉപയോഗിക്കുക. 2ഇടത്തും നെറ്റ് കണക്ഷൻ. ഈ പറഞ്ഞ പോലെ 3 മൊബൈൽ ഫോണ് ഒക്കെ അതിൽ വേണമെങ്കിൽ ഫാമിലി പാക്ക് ഉൾപ്പെടുത്താം. അങ്ങനെയൊക്കെ ചെയ്താൽ 3,000 രൂപ. ബാക്കി 8,000 രൂപ വെച്ചിട്ട് 139 MLA-മാർക്ക് 8,000 രൂപ വെച്ചിട്ട് ഒരു മാസത്തേക്ക് എത്ര വരും നിങ്ങൾ കണക്കൂട്ട് നോക്കും. 8,000 രൂപ, അതായത് എക്സ്ട്രാ വരുന്നതാണ്. ആ 8,000 രൂപ വരെ പോക്കറ്റിലേക്കാണ് പോവുക.
140 മൊത്തം തന്നെ കൂട്ടാം. കാരണം ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു. അപ്പം ഇനിയിപ്പം വരുന്ന നിയമസഭയിൽ 140 പേരുണ്ടാവുമല്ലോ. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 11,20,000 രൂപ ഒരു മാസത്തേക്ക് വരുന്നത് ഇൻറ്റു 12, 1,34,40,000 രൂപ. 1,34,40,000 രൂപ. 134 പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ 268 കുട്ടികൾക്ക് 50,000 രൂപ വെച്ച് സ്കോളർഷിപ്പ് കൊടുത്തൂടെ? 1,34,40,000 രൂപ അനാവശ്യ ചെലവ്. ഇത് ഇവരുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഫോണിന് കൊടുക്കുന്ന അലവൻസിൽ നിന്ന്. ഇതൊക്കെ തോന്നിവാസമാണ്. കേരളീയ സമൂഹത്തിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഈ ഫോൺ അലവൻസ് കട്ട് ചെയ്യണം, അത് കുറയ്ക്കണം. പണ്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ തുടങ്ങിയ കാലത്ത്. എനിക്കറിയാം, എസ്കോട്ടറിലൊക്കെ വരുന്ന സമയത്തന്ന് ഔട്ട് ഗോയിങ് കോളിന് 1 മിനിറ്റിന് 12 രൂപ, ഇൻകമിങ് കോളിന് 1 മിനിറ്റിന് 9 രൂപ. അതൊക്കെ മാറിയില്ലേ? ജിയോ ഒക്കെ വന്നതോടുകൂടി BSNL പൊതുമേഖല മാറണം. പൊതുമേഖല രംഗത്തെ തകർക്കുകയാണ്. പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ ഇന്ത്യ ആകെ ഉദാരവൽക്കരണം, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കൊള്ളാത്ത വർത്താനമൊക്കെ പറഞ്ഞല്ലോ. ഈ ഉദാരവൽക്കരണത്തിൻ്റെയും ഈ ആഗോളവൽക്കരണത്തിൻ്റെയും ഒക്കെ ഗുണങ്ങളാണ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ നരസിംഹറാവുവിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് തുടങ്ങി വെക്കുകയും പിന്നീട് BJP സർക്കാർ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഗുണഫലങ്ങളാണ് നമ്മൾക്കിത് അനുഭവിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും പോലെയുള്ള സാധാരണക്കാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അത് വൻകിടക്കാരൻ്റെ മാത്രം കയ്യിലുള്ള ഒരു ആഡംബര വസ്തുവായിട്ട് മാറുമായിരുന്നു. അതിനെ ജനകീയവൽക്കരിച്ചത് ഇത്തരത്തിലുള്ള ചില നയങ്ങളാണ്. അപ്പം ട്രാക്ടറും കമ്പ്യൂട്ടറും വന്നപ്പോൾ എതിർത്തതുപോലെ ഇതിനെ എതിർത്തതാണ്. പ്രൈവറ്റൈസേഷൻ പറ്റില്ല. പക്ഷെ ഇത് വന്നു. എയർടെല്ലും ജിയോയും ഒക്കെ തമ്മിൽ മത്സരങ്ങളായി. ഓഫർ സ്കീമുകൾ വരാൻ തുടങ്ങി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം 500 രൂപയുടെ ഒരൊറ്റ സിം ഉപയോഗിക്കുകയാണെങ്കിൽ 500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഡാറ്റയുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കും. ഇത്രയ്ക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് എനിക്ക് നടക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അമ്മമാരിരുന്ന് ഫോൺ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ മതിയാവില്ല. അത് വേറെ കാര്യം. സാമാന്യമായ ആവശ്യങ്ങൾക്ക്, വാർത്തകൾ അറിയാൻ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, കമ്മ്യൂണിക്കേഷന്, അപ്ഡേഷന്, ഇമെയിൽ അയക്കാൻ, ബാക്കിയുള്ള വാട്സപ്പ് ഉപയോഗിക്കാൻ, എല്ലാത്തിനും 500 രൂപയിൽ തീരുന്നേ ഉള്ളൂ. അതിനാണ് ഞാൻ 3,000 രൂപ വരെ വിട്ട് തന്നത്. അവൻ്റെയൊക്കെ കെട്ടിയോളും ബാക്കിയുള്ളവരും എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. വീട്ടിലെ പട്ടിക്ക് വരെ നെറ്റ് ഉപയോഗിക്കാനുള്ള അവസരം കൊടുത്തോട്ടെ. എന്നാലും 3,000 രൂപയിൽ കൂടുതൽ ഒരു രീതിയിൽ 3 സിം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഫാമിലി പാക്ക് ആണെങ്കിൽ അതിൽ കൂടുതൽ ഉപയോഗിക്കാം. ഓക്കെ. കാരണം 1,34,00,000 എന്ന് പറയുമ്പോൾ ഒരു മാസം 10 ലക്ഷത്തോളം രൂപ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ അപകടകരമായിട്ടുള്ള അവസ്ഥ. ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള അലവൻസൊക്കെ ഉമ്മാർ തിന്നട്ടെ. ട്രെയിനിൽ കയറി ടിക്കറ്റ് ഫ്രീ, പിന്നെ ഇങ്ങോട്ട് പൈസ. അതിന് എങ്ങോട്ടാ യാത്ര പോകണേ, എന്ത് ഉദ്ദേശത്തിനാണ് പോകണേ, അതൊന്നും കണക്കില്ല. ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകുന്നതിന്, ഇപ്പം കാറിന് പോയാലും എങ്ങോട്ട് പോയാലും ഇവന്മാർ മറ്റേ ഏർപ്പാടിന് പോയാലും അതിന് പൈസയാണെന്നേ. പെണ്ണ് പിടിക്കാൻ പോകുന്നതിനും പൈസയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോയി പെണ്ണ് പിടിക്കാൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതി കൊടുത്തിട്ട് എങ്ങോട്ട് പോയാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ സഞ്ചരിച്ചാലും ബാക്കിയുള്ള കാര്യങ്ങൾ, ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അവരുടെ ജീവനക്കാരെവിടെയും സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ചിട്ടല്ലേ ബില്ല് ക്ലെയിം ചെയ്യുന്നത്. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടോ കൊടുക്കുക. ഏതായിരുന്നാലും ഇവരെല്ലാം മത്സരിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാ പാർട്ടിക്കാരനുമുണ്ട്, എല്ലാ മുന്നണിക്കാരനുമുണ്ട്. ഒരാളും ഇതിനെക്കുറിച്ച് മുണ്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പരസ്പരം എതിർത്താലും ഈ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. ശമ്പള വർധനവിൽ ഇങ്ങനത്തെ അലവൻസുകൾ വർദ്ധിപ്പിക്കാൻ കാരണം അവരെല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇതൊരു കൂട്ടുകൃഷിയാണ്. ഇത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഇത് സാധാരണ മനുഷ്യരുടെ നേരെയുള്ള വെല്ലുവിളിയാണ്. എന്നിട്ട് പാവപ്പെട്ട ആശമാരുടെ കണ്ണീരിൻ്റെ നേരെ കാർക്കിച്ചു തുപ്പുന്ന മനുഷ്യരിത് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.